ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലാസ്സുള്ള ഒരു ദിവസത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൊന്നൂസ് എണീക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെ ചായക്ക് വെള്ളം വെച്ചു. അതിനുശേഷം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിരുന്നു ഇന്നത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈകി എണീറ്റാൽ മതി, ഒരു 6 മണിക്കായിട്ട് എണീറ്റാലും മതിയായിരുന്നു. പക്ഷേ പൊന്നൂസ് എപ്പോഴാണ് ഉണരുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അവൾ ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് കുറച്ച് നേരം തൊട്ടിൽ കിടന്ന് ആടാനും പാടാനൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സമയം കൂടെ കണ്ടിട്ടാണ് നമ്മൾ നേരത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ടിട്ട് ഫോണിൽ പാട്ടിട്ടിട്ട് പിന്നെയും തൊട്ടിൽ ആടണം എന്നൊക്കെ പറഞ്ഞ് കുറുമ്പിടിക്കും. നേരെ എണീറ്റ് വരുന്നത് തന്നെ നേരെ നല്ല രീതിയിലൊക്കെ വരുന്നത് ചില അപൂർവ ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ. ബാക്കി ദിവസമൊക്കെ എണീക്കുന്ന സമയത്ത് കുറുമ്പിലായിരിക്കും. അപ്പോൾ ചായക്കുള്ള വെള്ളം നമ്മളവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുട്ടും പൊടിയും എടുത്ത് കുഴക്കാം കേട്ടോ. ചില ദിവസമൊക്കെ വിചാരിക്കും മോർണിംഗ് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഞാൻ എണീറ്റ് ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവളും എണീറ്റിട്ടുണ്ടാവും. അപ്പം പിന്നെ അതിന് നിൽക്കാൻ കഴിയില്ല. പിന്നെ അവളെ എടുത്തുകൊണ്ടാവും ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഏതായാലും ഇതുവരെ ഓക്കെയാണ്. ഒന്നും എപ്പോഴാണ് എണീക്കാന്നൊന്നും അറിയില്ല. ഏതായാലും പുട്ടിനുള്ള കുഴച്ച് സെറ്റാക്കട്ടെ. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും പോയാൽ മതി. ഉച്ചവരെയുള്ള ക്ലാസ്. അപ്പോൾ 1:30 ഉള്ളൂ നമുക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രമുള്ളൂ ഈ ഒരു രീതിക്ക് കേട്ടോ. ബാക്കി സാധാരണ ദിവസങ്ങളിൽ നോർമൽ ഡേ ഒക്കെ ആണെങ്കിൽ ഒരു 6 മണി 6:30 ആയിട്ട് എണീക്കാറുള്ളൂ. അതിൻ്റെ മുന്നേ ഒന്നും എണീക്കാറില്ല. ഇപ്പോൾ ക്ലാസ്സുള്ളതുകൊണ്ട് തന്നെ പിന്നെ പൊന്നൂസിൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ചെയ്ത് സെറ്റാവാനുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നേരത്തെ എണീറ്റ് ഇതാക്കുന്നത്. പിന്നെ വീട്ടിലെ ചേച്ചിമാരും എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കോഴിയൊക്കെ കൂവുന്നുണ്ട്. കോഴി ഒരു 5 മണിയാകുമ്പോൾ തൊട്ടേ കൂവൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളതിന് തുറന്നു വിടണമെങ്കിൽ നേരെ 7:30 8 മണിയൊക്കെ ആവും കേട്ടോ. നല്ല രാവിലെ തന്നെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ കുറുക്കന്മാർ നമ്മളെ വീടിൻ്റെ അടുത്ത് കൂടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സന്ധ്യ സമയത്തും അതുപോലെ തന്നെ നല്ല രാവിലെയൊക്കെ ഉണ്ടാവാറുണ്ട്. നേരത്തെ തന്നെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ കോഴികൾ പല വഴിക്ക് പായും. പിന്നെ കുറുക്കം പിടിക്കണമെന്ന് നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു അത്യാവശ്യം വെളിച്ചമൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് നമ്മൾ തുറന്നിടാറുള്ളൂ. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അവർ നോക്കാനൊക്കെ ഗതിയിടാവും ആ ഒരു നേരത്തെ തന്നെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കോഴി അവിടെ കിടന്ന് കൂവട്ടെ, നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ കടലൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടുപൊടി നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടി പിന്നെ കടലക്കറി ഉണ്ടാക്കിയെങ്കിലും എല്ലാവർക്കും ഒന്നും കടലക്കറി ഇഷ്ടമല്ല, എല്ലാവർക്കും ഒന്നും പുട്ടും ഇഷ്ടമല്ല. എന്നാലും നമ്മൾ ഒരു ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ചിലർക്ക് പുട്ട് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് കടലക്കറി ഇഷ്ടമുണ്ടാവില്ല. അതിൽ പെട്ട ഒരാളാണ്. കടലക്കറി കൂട്ടിയിട്ട് പുട്ട് കഴിക്കുന്ന ഇഷ്ടമൊന്നുമില്ല. ഞാൻ അധികം പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. പഞ്ചസാര എനിക്ക് ഒന്നെങ്കിൽ അല്ലെങ്കിൽ പുട്ടിൽ ചായ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കും. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. എന്നാലും എനിക്കതാണ് ഫേവറേറ്റ്. ചില സമയത്ത് മാത്രമേ ഞാൻ കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുള്ളൂ. അവിടെ ചിലരൊക്കെ പുട്ടും പപ്പടവും പുട്ടും പഴവും ഒക്കെ ആയിട്ട് കഴിക്കും. പുട്ടും മാങ്ങയും നല്ല കോമ്പിനേഷൻ കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സംഭവമാണ്. നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങയാണോ പുട്ടും മാമ്പഴവും നല്ല രസമാണ്. അപ്പം അങ്ങനെ നമ്മൾ കറി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിക്കുള്ള കുറച്ച് തേങ്ങ ചിരകാനുണ്ട്. സാധാരണ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് അതിന് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ കൊപ്രയാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ട് അതിന് ശേഷം പിന്നെ തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴെങ്കിലും ഓരോ തേങ്ങ ചാടുമ്പോഴൊക്കെയുള്ള ഉപ്പ് കിട്ടുന്നത് അടുത്ത് ഇടാനായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ആലോചിച്ച് പുറത്തുനിന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തേങ്ങ ചിരക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്നത് കേട്ടോ. പുറത്തേക്ക് ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പുറത്ത് റബ്ബറിൽ വെട്ടാനൊക്കെ ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇരുടായതുകൊണ്ടുള്ള ആ ഒരു കുഴപ്പം. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ളവരൊക്കെ നോമ്പ് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എണീക്കണം ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ലേറ്റൊക്കെ ഉണ്ട്. എന്നാലും പുറത്തേക്ക് ഇരുട്ടത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയം അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കൂട്ടി പുട്ടും കുറ്റി വെച്ചിട്ടുണ്ട്. ചിലർ പുട്ടുകുറ്റി അറിയും, ചിലർ പുട്ടുവാനി അറിയും. ഏതായാലും നമ്മൾ പുട്ടും കുറ്റി എന്നാണ് പറയാറ്. അപ്പം നമ്മൾ നേരത്തെ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരിയും കൂടെ വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ പുട്ടിന് ഇതാക്കുന്നുണ്ട്. ഒരു 2-3 പുട്ടുകുറ്റി മാത്രം മതിയാവും. എന്നാലും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തികയില്ലേ ഉണ്ടാവില്ലേ എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കും. എന്നാലും എന്നും വൈകുന്നേരം ആകുമ്പോൾ ബാക്കിയാവും. പിന്നെ ഈ പുട്ട് നമ്മൾ ബാക്കിയാണ് എന്ത് ചെയ്യും,
കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഉപ്പുമാവാക്കിയിട്ട് ചില ദിവസങ്ങളിലൊക്കെ 4 മണിക്ക് ചായക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പുട്ടായിട്ട് പിന്നെ വൈകുന്നേരം ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉപ്പുമാവാക്കുമ്പോൾ പിന്നെയും ആരെങ്കിലുമൊക്കെ കഴിക്കും. എൻ്റെ മുഖത്തിന് ഇത്രയും ഗൗരവം എന്താണെന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കാണുന്ന സമയത്ത് കേട്ടോ, ആ ഉറങ്ങി എണീറ്റിട്ടുള്ള ആ ഉറക്കം ശരിയാവാത്തതിൻ്റെ ആ ഒരു ഗൗരവവും ഉറക്കത്തിൽ എണീറ്റിട്ട് ഉള്ള ആ ഒരു സംഭവമൊക്കെയാണ് മുഖത്ത് ഇത്രയും ഗൗരവം. അപ്പോൾ പുട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പുട്ട് ചുട്ട് തീർക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊന്നൂസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കിടക്കണം. പിന്നെ അവളെ കുളിപ്പിക്കണം, ഫുഡ് എടുക്കണം. അപ്പോഴേക്കും എനിക്ക് പോകാനാവും. ഇതൊക്കെയാണ് സംഭവം നമ്മളെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം രാവിലെ ഈ ഒരു സമയത്ത് മാത്രത്തെ ശാന്തത ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്പീഡാവട്ടെ പരിപാടികൾക്ക്. അപ്പോൾ വീഡിയോ എടുത്ത് നടക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടില്ല. അങ്ങനെ സരബര പറയുന്നതിൻ്റെ ഇടയിൽ പൊന്നൂസ് ഉണർന്ന് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് പാലുടിക്കാൻ പോകണം, അതുപോലെ തന്നെ തൊട്ടിൽ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നെ അടങ്ങി നിന്നിട്ടോ. അപ്പോൾ പുട്ടും പൊടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ കൂട്ടിയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കി അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ എടുക്കണ പുട്ട് പൊന്നൂസിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇത്രയും കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊന്നൂസ് നേരത്തെ ഉണർന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുറച്ച് നേരം കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണർന്ന് പിന്നെ വീണ്ടും ഉണർന്ന് ഞാനും അവളും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ സെയിം ഡ്രസ്സ് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി കിടക്കാൻ നേരത്തേന്ന് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇനി ക്ലാസ്സിന് പോകാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞെന്ന് പറഞ്ഞ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ആരൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചാടിക്കാൻ നിന്നപ്പോഴാണ് നീനിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എക്സാമിനുള്ള ബാഗും ഇതൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവൾ ഇപ്പോൾ തന്നെ കൊണ്ട് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവളോട് സംസാരിച്ചതാക്കി പൊന്നൂസിന് ചായയും കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട്, ഞാൻ കിടക്കണമെന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ബാക്കി വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ്, ബൈ.